ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകാനുള്ള ദിവസം എടുക്കുന്തോറും ഭയങ്കര വിഷമമാണ്. ഞാൻ കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കുമായിരുന്നു. കാര്യം വെച്ചാൽ പലപ്പോഴും പലതും മറന്നു പോകും. തയ്യാറാക്കി അവസാനം ഒരു പേജ് ഫുള്ളായി. ജീവൻ്റെ ജീവനായ സീരിയൽ വരെ നിർത്തിവെച്ച അമ്മേൻ്റെ റൂമിലേക്ക് കയറി. പിന്നെ ഒരു സർപ്രൈസ് വിസിറ്റ് എന്ന രീതിയിൽ അനിയത്തി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്താണെന്ന് അറിയില്ല, ഞാൻ പോകാനുള്ള ഡേറ്റ് കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് വന്നത്. എനിക്ക് ചോറൊക്കെ വാരിത്തരുന്നുണ്ടായിരുന്നു. പോകാൻ കുറച്ചുകൂടി ദിവസം ബാക്കിയുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇപ്പോഴേ എടുത്ത് വെച്ചില്ലെങ്കിൽ പലതും മിസ്സാവും. പിന്നെ തുണിയെല്ലാം വാരി കഴുകിയിടാന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രവചകർക്ക് പോലും പറയാൻ പറ്റാത്ത ആയതുകൊണ്ട് ഞാൻ തുണിയെല്ലാം പറക്കി വെച്ചു. പുതിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടെ പരിചയപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളെല്ലാം കൈ കരുതണം. പിന്നീട് ഈ തുണിയുടെ തയ്യലൊക്കെ വിട്ടു പോയി കഴിഞ്ഞാൽ അതും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല, കുറച്ച് ഡ്രസ്സുകൾ ടൈറ്റ് ചെയ്യാനും കുറച്ച് ഡ്രസ്സുകൾ ലൂസ് ചെയ്യാനും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് റീചെക്ക് ചെയ്ത് ഞാൻ എല്ലാം സെറ്റ് ചെയ്യാണ്. ഞാൻ വലിയ തയ്യൽക്കാരിയൊന്നും അല്ല കേട്ടോ, പക്ഷേ അത്യാവശ്യം പിടിച്ച് നിൽക്കാനുള്ള തയ്യൽ എനിക്കറിയാം. അത് തയ്യൽ ക്ഷേമതയിൽ ചേരാൻ വേണ്ടി പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഷേപ്പ് അടിക്കുക, അല്ലാതെ നൂലടിക്കുക, അതൊക്കെ അറിയാം. അങ്ങനെ എല്ലാം നോക്കി സെറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ കേരളത്തോട് ബൈ ബൈ പറയാൻ ടൈമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.